അപ്പോൾ ഹലോ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാക്കിംഗ് പ്രിപ്പറേഷൻസ് ആട്ടോ. അപ്പോൾ നമ്മുടെ വിസയും കാര്യങ്ങളൊക്കെ വന്നു. സെപ്റ്റംബർ 6 നമ്മൾ ടിക്കറ്റ് എടുത്തു. ബാംഗ്ലൂരിൽ നിന്നാട്ടോ നമ്മൾ പോകുന്നത്. അപ്പം ഇവിടുന്ന് 4-ാം തീയതി, കോട്ടയത്ത് 4-ാം തീയതി നമ്മൾ ട്രെയിൻ കയറും. 5-ാം തീയതി രാവിലെ അവിടെ എത്തും. 5-ാം തീയതി അവിടെ ഒരു സ്റ്റേ ഉണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. പിന്നെ ഇന്നത്തെ ജസ്റ്റ് ഒരു പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പോകുന്നതിന് മുന്നേ ഉള്ള ഒരു പ്രീ പാക്കിംഗ് പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിലൊരു വ്ളോഗ് ആട്ടോ. അപ്പം കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. മിന്നുവിൻ്റെ സാധനങ്ങളൊക്കെ എത്രയുണ്ട്, പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പോകുന്നതിന് മുന്നേ എല്ലാം ബാഗിലൊന്ന് പെറുക്കി വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ എത്രയൊക്കെ ഉണ്ടെന്ന്. ഇനിയിപ്പോൾ മേടിക്കണോ വേണ്ടോ എന്നൊക്കെ അറിയാമല്ലോ. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും ഉണ്ട്. അപ്പോൾ ഈ 3 പെട്ടി കേട്ടോ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഈ വലിയ പെട്ടി എൻ്റെ, ഇത് മിന്നുവിൻ്റെ, ഇത് പിന്നെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം കൂടെ പാക്ക് ചെയ്യാനുള്ള ഉപ്പേരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേ ഉണ്ട് കേട്ടോ. കൊണ്ടുപോകാനുള്ള സാധനങ്ങളുടെ എക്സസ് നമുക്ക് വെയിറ്റ് എത്ര ഫ്രീ ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും വലിയ പെട്ടിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് ഇത്രമാത്രം സാധനം കൊണ്ടുപോകാനുള്ളൂ എന്ന്. അതിൽ ഈ ഇരിക്കുന്ന ഭാഗം മാത്രമേ എൻ്റെ സാധനമുള്ളൂ കേട്ടോ. ഇതാ കാണിച്ചു തരാം. ഇതേ ഇത്രയും ഷർട്ടും പാൻറ്റും കുറച്ച് ടീഷർട്ട്സാണ് കൂടുതൽ എടുത്തേക്കുന്നത്. ടീഷർട്ടും പാൻറ്റും ഒക്കെ എൻ്റെ ഉള്ളൂ. ഈ സൈഡ് മുഴുവൻ അവിടെയുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കുള്ള സാധനങ്ങളാട്ടോ. അവർക്ക് കൊടുക്കാനുള്ള സാധനങ്ങളാണ്. നമ്മൾ ഓണത്തിൻ്റെ സമയത്താണ് പോകുന്നത് കൊണ്ട് കുറേ പേര് ഓണത്തിൻ്റെ ഡ്രസ്സ്, ഓർണമെൻറ്റ്സ്, പിന്നെ അവിടെ കിട്ടാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഹെയർ കളറും അങ്ങനത്തെ ഏണ്ടൊക്കെ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടോ. അപ്പോൾ അത് മാത്രമല്ല കുറച്ച് മെഡിസിൻസും ഒക്കെ കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെഡിസിൻസ് നമ്മൾ പാമ്പാടിലൊരു കടയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ വന്നു കഴിയുമ്പോൾ വിളിക്കാമെന്നാണ് പറഞ്ഞത്. അതൊക്കെ പോയി നമുക്ക് കളക്ട് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ അധികം ദിവസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം പാക്ക് ചെയ്ത് പെട്ടിക്കകത്താക്കണം. ഇത് ട്രാവലൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുന്നൊരു സാധനം കേട്ടോ. ഇത് ഞാൻ പണ്ട് ബെഹ്റിനിൽ നിന്ന് മേടിച്ചൊരു സാധനമാണ്, ലുലുന്ന് മേടിച്ചത്. ഇത് വെയിറ്റ് നോക്കുന്നൊരു സാധനം കേട്ടോ. ഇതിങ്ങനെ ഈ ടാഗ് ഊരി ഇതൊക്കെ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ വലിച്ച് കഴിയുമ്പോഴത്തേക്ക് തൂക്കൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വെയിറ്റ് കാണിക്കും കേട്ടോ. ട്രാവലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ മേടിക്കാൻ പറ്റിയൊരു സാധനം. ഇത് ഏതൊരു ഐക്കൺ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇതിപ്പോൾ ഏത് മേടിച്ചാലും ഒരുപോലെ തന്നെയാണ്. പീസ്ഫുള്ളായിട്ട് 2 പേര് കിടന്ന് ഉറങ്ങുന്നു നോക്കി. സമയം ഇപ്പോൾ 12 മണി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും കിടന്ന് ഉറങ്ങുന്നു നോക്ക് രണ്ടും കൂടെ. അപ്പോൾ നമ്മൾ കൊണ്ടുപോകാനുള്ള ഉപ്പേരിയൊക്കെ മേടിക്കാൻ വേണ്ടി അമ്മയും കൂട്ടി പാമ്പാടി വരെ ഒന്ന് പോകാട്ടോ. അപ്പോൾ നമ്മൾ മലബാർ ചിപ്സിൽ നിന്നാണ് ഉപ്പേരിയും പപ്പടം വടയൊക്കെ മേടിക്കണം. അപ്പോൾ എവിടുന്ന നല്ലത് കിട്ടുന്നതെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അതുകൊണ്ട് ഞാൻ അമ്മയും കൂട്ടി കേട്ടോ പോകുന്നത്. അപ്പോൾ നമുക്ക് പാമ്പാടിയിൽ നിന്ന് എവിടുന്നേലും മേടിക്കണം. ചിപ്സ് മേടിക്കാൻ മലബാർ ചിപ്സാണ് നല്ലത്. നല്ല ഫ്രഷ് വെളിച്ചെണ്ണയിലൊക്കെ വറുത്ത് റെഡിയാക്കി തരും അവർ. ഒരു 3-4 കിലോ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന അവിടുത്തെ മലയാളി സംഘത്തിൻ്റെ ഒരു ചെറിയ പ്രോഗ്രാമൊക്കെ ഉണ്ട്. അവിടുത്തെ എന്താ പറയുക, ഓണാഘോഷമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാട്ടോ നമ്മൾ ഈ ഉപ്പേരിയൊക്കെ കൊണ്ടുപോകുന്നത്. ഇത്രയും ഉപ്പേരിയൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ വനിതാ ന്യായവില ഫാർമസിയിൽ നിന്നാട്ടോ നമ്മൾ മരുന്നൊക്കെ മേടിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ച മരുന്ന് കേട്ടോ. ഇതെല്ലാം നമ്മുടെ പെട്ടിക്കകത്ത് കൊണ്ട് പാക്ക് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കൊണ്ടുപോകാനുള്ള ലിസ്റ്റ് അവിടെ നിന്ന് അയച്ചു തന്നേക്കുന്നത്. അതിൽ ചുവന്നാടയും പപ്പടമാണ് നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്നത് കേട്ടോ. ബാക്കി ചിപ്സൊക്കെ നമുക്ക് അപ്പുറത്തുനിന്ന് മേടിക്കാം. ഇത് പാമ്പാട്ടിലുള്ള ഒരു പഴയ പലചരക്കട കേട്ടോ. കഴിഞ്ഞ തവണ അമ്മയും അമ്മലും പോയപ്പോൾ ഇവിടുന്ന് തന്നെയാണ് മേടിച്ചത്. ഇവിടുത്തെ സാധനം അത്യാവശ്യം നല്ലതായിട്ടോ ഇവിടുന്ന് മേടിച്ചത്. നമ്മുടെ ഉപ്പേരിയും ഉപ്പേരി അല്ലല്ലോ, എന്ത് സാധനം മേടിച്ചത്? പപ്പടം അടയും മേടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 2 കിലോ അടയും ഒരു 300 പപ്പടവും മേടിച്ചു. ഇനി നമുക്ക് അപ്പുറത്തെ മലബാർ ചിപ്സിൽ പോയിട്ട് ഇതുകൂടെ മേടിക്കണം. ഉപ്പേരിയും ശർക്കര വരട്ടിയും കൂടെ. ഈ എണ്ണയിൽ കായ വറുത്തുകൊണ്ടിരിക്കുന്ന ചേട്ടൻ കേട്ടോ അതിൻ്റെ ഓണർ, മലബാർ ചിപ്സിൻ്റെ ഓണർ. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ചിപ്സ് കിട്ടും. അപ്പോൾ എനിക്ക് പോകുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഒരു 7.5 കിലോ ഉപ്പേരിയും 7.5 കിലോ ശർക്കര വരട്ടിയും വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടുന്ന് ഓർഡർ ചെയ്തു. പിന്നെ നമുക്ക് വീട്ടിലേക്ക് ഓണമൊക്കെ അല്ലേ ഓർത്ത് കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് മേടിച്ചു കേട്ടോ. സാധനങ്ങളെല്ലാം മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വിഫ്റ്റിൻ്റെ ഡിക്കി മൊത്തം നിറഞ്ഞു കേട്ടോ. ഇതൊക്കെ എങ്ങനെ കൊണ്ടുപോകുന്ന ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ മേടിക്കാനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി വീട്ടിൽ പോയി നമുക്ക് കുറച്ച് പാക്കിംഗ് ഒക്കെ ഉണ്ട്. ഈ പെട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്തോട്ട് എല്ലാ സാധനവും അടുക്കി കയറ്റണം. ഉപ്പേരിയും ശർക്കരയൊക്കെ പാക്കിങ് കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഒരു പെട്ടി നിറച്ചുണ്ട്, ഒരു മീഡിയം സൈസ് പെട്ടി നിറച്ചുണ്ട് കേട്ടോ. ഇതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം. ഈ പെട്ടി മാത്രം 20 കിലോ ഉണ്ട്. 19.5 കിലോ ഉണ്ട്. 19.5 കിലോ കാണിച്ചോ.
അപ്പോൾ നമ്മൾ പോകുന്നത് എത്യോപ്യൻ എയർലൈൻസിലാട്ടോ. എത്യോപ്യൻ എയർലൈൻസ് ആയതുകൊണ്ട് നമുക്കൊരു ഒരാൾക്ക് ഒരു 23x2 എന്ന് വെച്ചാൽ 46 കിലോ കാർഗോയും കൊണ്ടുപോകാം. അതുപോലെ തന്നെ 7 കിലോ നമുക്ക് ഹാൻഡ് ക്യാരിയും ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ബോക്സ് ഓൾമോസ്റ്റ് 20 കിലോ ആയി. പിന്നെ ഉപ്പേരിയൊക്കെ വെച്ചതെല്ലാം കൂടെ ഒരു 22 കിലോസ് ആയി. എൻ്റെ ഓൾമോസ്റ്റ് ലിമിറ്റ് ആയെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ നമ്മൾ കറക്റ്റ് 23 ആക്കി വെച്ചിട്ട് പോകുന്നത് അത്ര നല്ലതല്ല. കാരണം അവിടെ ചെന്ന് പേ ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സ്ട്രാ ബാഗേജ് ഒക്കെ എടുക്കാൻ നിൽക്കണം. പിന്നെ ഇത്രയും പേര് ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാനും മിന്നും എൻ്റെ മാമനും അമ്മായും പിന്നെ എൻ്റെ ഒരു ചിറ്റിയുണ്ട്. ഞങ്ങളെല്ലാം കൂടെ ട്രാവൽ ചെയ്യുന്നത്. അപ്പം വെയിറ്റൊക്കെ ഒരുമിച്ച് ആയതുകൊണ്ട് അഡ്ജസ്റ്റൊക്കെ ചെയ്യാം, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പാക്കിംഗ് പ്രിപ്പറേഷൻസ്. അപ്പോൾ ഇനി അങ്ങോട്ട് വരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ ബാംഗ്ലൂർക്ക് ട്രാവൽ ചെയ്യുന്നതും നമ്മൾ ബാംഗ്ലൂർ ദിവസം സ്റ്റേ ഉണ്ട് അതിൻ്റെ കാര്യങ്ങൾ, പിന്നെ നമ്മൾ പോകുന്ന സ്ഥലത്തെ കുറിച്ചുള്ള ഓരോരോ ചെറിയ ചെറിയ ക്ലൂസൊക്കെ നമ്മൾ അതൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ അവിടെ ചെന്നിട്ടുള്ളത് ഫുൾ ഫ്ലെഷ് വ്ളോഗ് ആയിരിക്കും. 15 ദിവസത്തിനാണ് നമ്മൾ പോകുന്നത്. 15 ദിവസം നമ്മൾ വ്ളോഗ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് പോയി വിസിറ്റ് ചെയ്യാവുന്ന ഒരു രാജ്യത്തല്ല നമ്മൾ പോകുന്നത്. അതാണ് ട്രിപ്പിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കാണുന്നത്. അത് നിങ്ങൾക്കും അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ചാനലിൻ്റെ പേരെന്ന് പറഞ്ഞാൽ അതുൽ POV എന്നാണ്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.